മെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപമാകുന്ന വാഹനത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ അവിടെ നിന്ന് പുറത്തു തരണേ. ഇത് തെറ്റല്ലേ ഉസ്താദേ? ഇത് തെറ്റല്ലേ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്? ഇത് തെറ്റല്ലേ മുത്തവല്ലി? ഇത് തെറ്റല്ലേ മുഅ്മിനീങ്ങളെ? എന്തുകൊണ്ട് തെറ്റല്ലേ? പാപം പൊറുക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടല്ലേ? അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, എന്ത്? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്? നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി, നമ്മൾ പറഞ്ഞു പോണ വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ നീ പുറത്തരണേ. മുഹമ്മദ് നബി പോലും റബ്ബിനോട് 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. മുഹമ്മദ് നബി പോലും ദിനേന 70 തവണ റബ്ബിനോട് പാപമോചനം തേടിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫയുടെ മാർഗം വിട്ടിട്ട് നേർക്ക് നേരെ മുഹമ്മദ് നബിയോട് പാപമോചനം തേടുക? ഇത് ശരിയല്ലല്ലോ ഉസ്താദേ. അപ്പൊ ഉസ്താദ് പറയും, അതെന്റെ വാപ്പാക്ക് തിരിഞ്ഞില്ല, വല്യപ്പാക്ക് തിരിഞ്ഞില്ല, കാരണന്മാർക്ക് തിരിഞ്ഞില്ല, ഈ കിടക്കണ വാപ്പപ്പാപ്പമാർക്കൊന്നും തിരിഞ്ഞില്ല, ഈ പാരമ്പര്യം, ഈ താവഴി, ഈ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഒരു നീണ്ട മഹാന്മാരായ ആളുകൾക്കൊന്നും തിരിഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പോ നമ്മൾ അവരോട് പറയും, എന്തറിയോ, ഇത് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പറഞ്ഞല്ല, ഇത് പണ്ട് മക്കത്തെ മുശ്രിക്കുകൾ ഇതേ വാക്കാ പറഞ്ഞെന്ന്. ഏത്? ഇവർക്കൊന്നും തിരിഞ്ഞില്ല, ഓൽക്കൊന്നും മനസ്സിലായില്ല, ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇത് പറഞ്ഞൊരു ടീം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ.